ജാസ്മീനിന്റെ ഒരു എന്ത് പറയുന്ന ജാസ്മിന്റെ ഒരു ആഘോഷം. അല്ല മോളെ ജാസ്മിന്, നീയും ഗബ്രിയും തമ്മിൽ എന്ത് ബന്ധാണ്? ഫ്രണ്ടാണോ? ബെസ്റ്റ് ഫ്രണ്ടാണോ? അല്ല. നിങ്ങൾ ലവറാണോ? അല്ല. പിന്നെ നിങ്ങൾ ആരാണ്? ഞങ്ങൾ ഫ്രണ്ടുമല്ല, ബെസ്റ്റ് ഫ്രണ്ടുമല്ല, ഞങ്ങൾ ലവറുമല്ല, ഞങ്ങൾ എന്തോ ഒന്നാണ്. അപ്പോൾ നമ്മൾ ഏതായാലും ആ റിയാക്ഷൻ വീഡിയോ, അതായത് ജാസ്മിൻ ഗബ്രിയുടെ ബർത്ത്ഡേയുടെ ഒരു ചെറിയ റിയാക്ഷൻ വീഡിയോ ഒന്ന് കാണാം. ഓക്കെ, നമുക്ക് ഇങ്ങനെ തുടങ്ങാം. ഇന്നലെ തൊട്ട് എടി നമുക്ക് ഇങ്ങനല്ല, നമുക്ക് എന്നിട്ട് എന്നോട് പറയുന്നേ നമ്മള് വൈകിട്ടത്തെ പരിപാടി മനയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ സായി ഇന്നലെ പറഞ്ഞു എന്തായാലും മനയല്ലേ, മനയാകുമ്പോഴത്തേക്ക് നമുക്ക് ഒരു ആനയെ കൊണ്ടുവരാം. ഞാനൊരു ആനയെ കൊണ്ടുവന്നിട്ട് ഗബ്രീനെ ആനപ്പുറത്ത് കയറ്റി അവിടെ ഇരുന്ന് കേക്ക് മുറിപ്പിക്കാം. ഇതായിരുന്നു ഇന്നത്തെ ആദ്യത്തെ പ്ലാൻ. നോക്കുക, കണ്ണാപ്പി സായി ഒരു പ്ലാൻ പറയുകയാണ്. നമ്മളൊരു ആന കൊണ്ടുവരാം, അതിന്റെ മുകളിൽ നമ്മൾ ഗബ്രിനെ ഇരുത്തി അവിടെ കേക്ക് മുറിക്കാം. എന്തോ ഭാഗ്യം കൊണ്ട് ഗബ്രി ഏതോ ഒരു ജന്മത്ത് എന്തോ ഒരു നല്ല കാര്യം ചെയ്തുകൊണ്ടാണ് ആ പ്ലാൻ ജാസ്മിന് ചെയ്യാൻ തോന്നാത്തതും അങ്ങനെ ചെയ്യാത്തതും. എന്താണ് സായിയുടെ ഓരോരോ മൈൻഡേ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഇതിന്റെ ഒരു ഭാഗം കൂടി കേട്ട് നോക്കാം. വണ്ടി കുറച്ച് മാറ്റിയിട്ടുണ്ട്, കാരണം അവിടുന്ന് ഓൾറെഡി അവൻ വണ്ടി നോട്ട് ചെയ്തിട്ടുണ്ടല്ലോ നമ്മുടെ പാർക്കിങ്ങിൽ നിന്ന്. അതുകൊണ്ട് നമ്മൾ പോകേണ്ട സ്ഥലം അവിടാണ്, പക്ഷെ വണ്ടി നമ്മളിതേ അവിടെ കൊണ്ട് പാർക്ക് ചെയ്തു. ഓഹോ, അപ്പോ നമ്മുടെ ജാസ്മിൻ നല്ല അടിപൊളിയായി സെറ്റായി ഗബ്രിക്ക് അങ്ങനെ സർപ്രൈസ് കൊടുക്കാനായി പോവുകയാണ്. അപ്പൊ നമുക്ക് ഏതായാലും സർപ്രൈസ് അവിടെ ഒന്ന് അതിനുശേഷം നടക്കുന്ന കാര്യങ്ങൾ കണ്ടു നോക്കാം. ഹാപ്പി ബർത്ത്ഡേ. ഞാൻ സീരിയസ്ലി ഇതെന്തോ ഹാപ്പി ബർത്ത്ഡേ ഗബ്രി എന്ന് പറഞ്ഞിട്ട് അങ്ങ് കെട്ടിപ്പിടിച്ചു. ഓക്കെ, നമുക്ക് ഏതായാലും നെക്സ്റ്റ് ഒന്ന് കണ്ടു നോക്കാം. ഇനി കേക്ക് മുറിക്കൽ പരിപാടിയാണ്, നിങ്ങൾ ശ്രദ്ധിച്ച് കാണണം. അത് നല്ല അടിപൊളി ഒരു രംഗമാണ്, ഞാൻ ഇപ്പൊ നിങ്ങൾക്ക് വെച്ച് തരാം. കണ്ണാപ്പി സായി വീണ്ടും കണ്ണാപ്പിയായി. നോക്കുക, ഗബ്രി പാവം കണ്ണാപ്പി സായിന്റെ ഒരു ആഗ്രഹം ഉണ്ടല്ലോ, സായി ഇങ്ങനെ ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് നെക്സ്റ്റ് കാണാൻ പോകുന്നത് ഗിഫ്റ്റ് കൊടുക്കൽ പരിപാടിയാണ്. നോക്കുക, ഇതിലും നല്ല അടിപൊളി ചളി കോമഡികളൊക്കെ ഉണ്ട്. അപ്പൊ ഗിഫ്റ്റ് കൊടുക്കൽ പരിപാടിയിലേക്ക് നമ്മളൊന്ന് പോയി വരാം. ഓക്കെ, ഒരു വലിയ ലിസ്റ്റ് ഉണ്ടായിരുന്നു ഗൈസ്, ഞാൻ ഒന്നും ലഭിക്കി. എനിക്ക് വാച്ചസിനോട് ഭയങ്കര ഒരു താല്പര്യമുള്ള നിനക്ക് ഇഷ്ടമായില്ലെങ്കിൽ നീ അത് എക്സ്പ്രഷൻ ഇടല്ലേടാ. ഗബ്രി നിനക്ക് ഇഷ്ടമായില്ലെങ്കിൽ നീ ഒന്നും വിചാരിക്കല്ലേ. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ഇതൊന്ന് തുറന്നു നോക്കാം. ഗബ്രി എന്ത് പറയുന്നു? ഒരു ബെസ്റ്റ് ഫ്രണ്ട് അല്ല, ബെസ്റ്റിയുമല്ല, ആരുമല്ല, ലവറുമല്ല. അങ്ങനെ ഒരാള് ഒരു ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ എങ്ങനെയാണ് ഗബ്രിയുടെ ഒരു റിയാക്ഷൻ നമുക്ക് നോക്കാം. തുറക്കട്ടെ? ഓ പ്രസാദ്, ഇത് സീക്വന്റെ ഞാനിപ്പോ എന്റെ കളക്ഷനിലേക്ക് ഞാൻ മേടിക്കണം എന്ന് വിചാരിച്ചു വെച്ചിരുന്ന വാച്ച് തന്നെയാണ്. എന്താണ് ഗബ്രി നമുക്ക് പറയുന്നത്? ജാസ്മിൻ ഒരു വാച്ച് ഗിഫ്റ്റ് ആയി കൊടുത്തു. ഗബ്രി പറയുന്നുണ്ട് ഇത് ഞാൻ മേടിക്കണമെന്ന് ആഗ്രഹിച്ചൊരു വാച്ചാണ്. എന്തൊക്കെ വിളിച്ച് പറയുകയാണ്. അതായത് ഒരു ഗിഫ്റ്റ് കിട്ടുന്നുണ്ട്, ഇത് ഞാനും ആഗ്രഹിച്ചൊരു ഗിഫ്റ്റാണ്. അപ്പൊ നമ്മൾ കാണുന്ന ഒരു പൊട്ടന്മാരല്ല കേട്ടോ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയൊക്കെ ആയി പോയിട്ടുണ്ട്. അപ്പോൾ ബിഗ് ബോസിനകത്തുള്ള കുറെ ആൾക്കാരെ അവർ കണ്ടുമുട്ടുന്നുണ്ട്. നമുക്ക് അതൊന്ന് കണ്ടു നോക്കാം. എനിക്ക് ശ്വാസം വിടണം. അയ്യോ, ഞാൻ ഭയങ്കര സംഭവമൊക്കെ പ്രതീക്ഷിച്ച് ഭയങ്കര സർപ്രൈസ് കൊടുക്കണമെന്ന് പറഞ്ഞാണ് വന്നപ്പോ തന്നെ രതീഷൊക്കെ ഹായ് അസ്സലാമലൈക്കും. അപ്പോഴത്തേക്കും ഗബ്രി എന്താണ് ജാസ്മിൻ, ഓവറല്ല ഡബിൾ ഓവറാണെന്ന് എനിക്ക് നല്ല രീതിയിൽ ഉറപ്പുണ്ട്. ഞാൻ ജാസ്മിന് നല്ല രീതിയിൽ അനുകൂലിച്ച് റിയാക്ഷൻ ചെയ്ത ഒരാളാണ്. അപ്പം ജാസ്മിന്റെ ഓവറാണ്, ഭയങ്കര ഓവറാണ്, വല്ലാത്തൊരു ഓവറാണ് എനിക്കിതിൽ ഉടനീളം കാണാൻ പറ്റിയത്. ഒരു ഗിഫ്റ്റ് കിട്ടുന്നുണ്ട് ഗബ്രിക്ക്. അപ്പോൾ ഗബ്രി പറയുന്നുണ്ട് ഇത് ഞാൻ ആഗ്രഹിച്ചൊരു ഗിഫ്റ്റാണ്. എന്തൊക്കെ അപ്പൊ നിങ്ങളുടെ റിലേഷൻ എന്താണ്? ഇങ്ങനൊക്കെ ഗിഫ്റ്റ് ഒക്കെ കിട്ടുന്നുണ്ട്. ഫ്രണ്ടാണോ? അല്ല. ബെസ്റ്റ് ഫ്രണ്ടാണോ? അല്ല. പിന്നെ ലവറാണോ? അല്ല. ഞങ്ങൾ ഇങ്ങനെയൊക്കെ. അപ്പൊ ഏതായാലും നമുക്ക് അടുത്ത റിയാക്ഷനുമായിട്ട് കാണാം. ഓക്കെ, ബൈ.